മീറ്റിംഗ് തുടങ്ങാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ശരിക്കും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മീറ്റിംഗ് ആണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് കിട്ടിയത്. ശരിക്കും ഇന്ന് എൻ്റെയൊക്കെ ബഹുമാനപ്പെട്ട ദിലീപ് സാറാണ് രാവിലെ വിളിച്ചിട്ട് ഇന്നത്തെ MHMSലെ പ്രോഗ്രാം എടുക്കാമോ എന്ന് ചോദിച്ചു. ശരിക്കും ഞാനത് കേട്ടപ്പോഴേ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ദിലീപ് സാറിനും അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള വിനീഷ് സാറ്, പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാജീവ് സാറ്, എല്ലാവരും എനിക്ക് ബഹുമാനപ്പെട്ടതാണ്. കാരണം എനിക്ക് ദൈവത്തിന് തുല്യമാണ് എല്ലാ ലീഡേഴ്സും. പിന്നെ സിറാജുദ്ദീൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ PR ഹരിദാസ് സാറ് കോന്നി, പിന്നെ സാറിനിപ്പം ഒരു പ്രതിസന്ധി വന്നു. അതിൽ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ശരിക്കും എൻ്റെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്നെ ഈ ഒരു മീറ്റിംഗ് എടുക്കാനായിട്ട് ക്ഷണിച്ച എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒത്തിരി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ അനുഭവങ്ങൾ പറയുവാനും DXN എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ഞാൻ ഈശ്വരനോട് ശരിക്കും നന്ദി പറയുന്നുണ്ട്. കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ച ഒരു പ്രസ്ഥാനമാണ്. എല്ലാ തരത്തിലും ആരോഗ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ തന്ന ഈ ഒരു പ്രസ്ഥാനമാണ് DXN. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ശരിക്കും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രവർത്തനം ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അതിന് ഞാൻ ശരിക്കും ഈശ്വരനോടും കൂടാതെ എൻ്റെ ലീഡേഴ്സ് ആയിട്ടുള്ള എൻ്റെ ബഹുമാനപ്പെട്ട ദിലീപ് സാറ് എന്നെ ഇത്രത്തോളം വളർത്തിയ, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം എടുക്കാനും ഒക്കെ എനിക്കൊരു കഴിവ് നേടിത്തന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ദിലീപ് സാറാണ്. കാരണം എന്നെ നിരന്തരം വിളിക്കുകയും ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി തരികയും അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും ഒക്കെ നേടിത്തന്നത് ദിലീപ് സാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും കൂടെ ഞാൻ എൻ്റെ നിറഞ്ഞ നന്ദിയും സ്വാഗതവും ഒക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവത്തിലേക്ക് കടക്കാം. കേൾക്കാമല്ലോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പൊ എൻ്റെ പേര് ജലജ എന്നാണ്. സ്ഥലം അടൂരിനടുത്ത് കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഏതാണ്ട് 20 വർഷത്തോളമായി എത്തിയിട്ട് ഈ 20 വർഷത്തിനകത്ത് വെച്ചിട്ട് ഞാൻ 11 വർഷമായിട്ട് ശക്തമായിട്ട് DXനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ്. ആദ്യം തന്നെ ഇതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഒരു ഭാഗ്യം. ശരിക്കും DXനിൽ വന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഇതുപോലൊരു പ്രസ്ഥാനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ പുണ്യം തന്നെ ചെയ്യണം. കാരണം അത്രമാത്രം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്, അതുപോലെ തന്നെ DXന്റെ പ്ലാന് നമുക്കിതിലൂടെ വിജയിക്കാൻ ആർക്കും ഇതിൽ മനസ്സുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ഇത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് DXN സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമായിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് ലോകം ഒരുപാട് ഏതാണ്ട് 196 രാജ്യങ്ങളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഓരോ മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും ഇത്രത്തോളം വലിയൊരു കമ്പനിയിൽ എത്താൻ ശരിക്കും ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമ്മുടെ DXന്റെ ഒരു കോഫി ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവത്തിലൂടെയാണ് ശരിക്കും ഞാൻ DXനെ ഇന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. കാരണം എൻ്റെ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് അതിനായിട്ട് കഴിച്ചതല്ല, ഒരു കോഫി ക്ലാസ് കേട്ടപ്പോൾ നമ്മുടെ ഗ്യാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമിനെ കുറിച്ച് ആദ്യമേ ഞാൻ ക്ലാസ് കേൾക്കുന്നത് പോലും നമ്മുടെ ദിലീപ് സാറിന്റെ ക്ലാസ് ആണ്. ദിലീപ് സാറും നമ്മുടെ കോന്നി ഹരിദാസ് സാറും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ പ്രദേശത്ത് ഒരു മീറ്റിംഗ് വെച്ചതും അതില് അന്ന് വന്ന് ക്ഷണിച്ച് അങ്ങനെ ചെന്നൊരു മീറ്റിംഗ് കേട്ട ഒരു വ്യക്തിയാണ്. ആ മീറ്റിംഗ് കേട്ടതിലൂടെ
ഇതിനൊരു പ്രോഡക്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എന്നുള്ളൊരു മനസ്സ്. ശരിക്കും 10, 15 പേരോളം ആ മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിലും ഞങ്ങൾ 2 പേരാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. അപ്പൊ അന്ന് ആ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ഇന്നും DXനെ നന്നായിട്ട് സ്നേഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഇത് പ്രവർത്തിക്കാനും, ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവരും ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യും? എല്ലാരും ഈ കഴിച്ചു നോക്കട്ടെ. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം എന്നാണ് ഇപ്പോഴും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിൽ പലരും പറയാറുണ്ട്. 10ഉം 20ഉം പേര് ഇരിക്കുന്ന ക്ലാസ്സുകളിൽ ആൾക്കാർ പറയുന്നത് ഒരാള് എന്തായാലും 20 പേര് കേൾക്കുന്ന ഒരു മീറ്റിംഗിൽ ഒരാളെങ്കിലും പ്രോഡക്റ്റ് എടുക്കാതിരിക്കത്തില്ല. അപ്പം മറ്റുള്ളവര് നോക്കുന്നത് എന്താ? അവരുപയോഗിച്ചിട്ട് അവർക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്നാണ് അവരൊക്കെ നോക്കുന്നത്. പക്ഷെ ഞങ്ങള് എല്ലാവരും പറഞ്ഞിട്ട് പോയെങ്കിലും ഞങ്ങള് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോ അതിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ ഇന്നും DXN ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം. അങ്ങനെ എന്റെ ആ കോഫിയെ ഒരു പാക്കറ്റ് കോഫി ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് പ്രോഡക്റ്റുകൾക്ക് വില കൂടുതലാണ് DXന്റെ എന്ന് ആദ്യം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും പറയാറുണ്ട്. കാരണം ഇന്ന് നിലവിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ കുറച്ച് വില കൂടുതൽ നമ്മുടെ DXന്റെ പ്രോഡക്റ്റിനുണ്ട്. എങ്കിൽ പോലും ആ പ്രോഡക്റ്റിന്റെ ഗുണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പൊ വർഷങ്ങൾ കൊണ്ട് 5 വർഷം കൊണ്ട് മാറാതെ കിടന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന ആ പ്രശ്നത്തിന് നമ്മുടെ ഒരു കോഫി കഴിച്ചപ്പോ എനിക്ക് റിസൾട്ട് കിട്ടി. അതിന്റെ ഒരു കോഫിയാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതാണ് ഞാൻ ഫസ്റ്റിലെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇത് ഈ ഒരു പാക്കറ്റ് തീരുന്നതിന് മുമ്പ് ഇത്രയും നാളുകൊണ്ടുള്ള ആ പ്രശ്നത്തെ പരിഹരിച്ചു എന്ന് പറയുമ്പോ ശരിക്കും DXന്റെ കോഫി നിസ്സാരമാണ്. ഇതാണ് ജനത്തിന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്റെ മക്കൾക്ക് ഞാൻ കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി മറ്റ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്തു? മക്കൾക്ക് കൊടുക്കാൻ തുടങ്ങി. അവർക്കും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ നിരന്തരം ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ DXN ആത്മാർത്ഥമായിട്ട് എനിക്ക് മനസ്സിലാക്കാനും പിന്നെ ഞങ്ങളുടെ കുടുംബത്തോടെ കാരണം എനിക്ക് വരുമാനം വേണമായിരുന്നു. ഞാൻ അന്ന് എന്റെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോ എന്റെ അടുത്ത് നമ്മുടെ പ്രസന്ന നടരാജൻ അദ്ദേഹമാണ് ശരിക്കും എന്നെ DXനിൽ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് ജലജ മേഡം നമുക്ക് ഇതിലൊരു മെമ്പർഷിപ്പ് എടുത്താൽ തീർച്ചയായിട്ടും നമുക്കിതില് നല്ലൊരു വരുമാനം കൂടെ നമുക്ക് കണ്ടെത്താം. കാരണം നമുക്ക് നിത്യം ഈ പ്രോഡക്റ്റ് കഴിച്ചു പോണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കടബാധ്യതയാവത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്നും ഒരു വട്ടമേ കടം വാങ്ങിക്കാൻ പറ്റൂ. രണ്ടാമത് വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ നിരന്തരം വാങ്ങിക്കുമ്പോ നമ്മള് നല്ലൊരു കടക്കാരിയായിട്ട് മാറും. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് തന്നെ കച്ചി കെട്ടാൻ വള്ളി കച്ചിയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങള് നമ്മൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനം കൂടെ ഉണ്ടാക്കാം എന്ന് കേട്ടപ്പോൾ എനിക്കും തോന്നി ഇതിലൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് തോന്നി. അന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു കുറെ നാൾ ഇതിന്റെ പ്രവർത്തനത്തിന് എന്റെ ലീഡേഴ്സ് എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ എന്റെ ബന്ധുവീടുകളിലൊക്കെ ഞാൻ മീറ്റിംഗ് വെച്ചു. അവർക്കെല്ലാം പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഇവരെല്ലാം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരൊക്കെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഓരോരുത്തരെയും ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങി. അങ്ങനെയാണ് DXനെ എനിക്ക് തിരിച്ചറിവ് കാരണം ഇത് ജനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം തരാൻ കഴിവുള്ള ഉൽപ്പന്നമാണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഈ ഒരു മഷ്റൂം. അപ്പൊ എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഞാൻ ഇതിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങി. ശരിക്കും ഞാൻ അന്ന് നല്ല ഓട്ടമായിരുന്നു. ആ സമയത്ത് ഓടുന്ന സമയത്ത് എനിക്ക് ശരിക്കും നമ്മുടെ പ്രോഡക്റ്റിന്റെ സ്പോട്ട് കമ്മീഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാനും പിന്നെ മറ്റുള്ളവർക്ക് നമുക്ക് കുറെ കൺസ്യൂമറെ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് ചെറിയൊരു വരുമാനവും കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അന്ന് നന്നായിട്ട് പ്രവർത്തിച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ച് കാരണം ഇന്ന് ഞാനത് പറയാനുള്ള കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധം മറ്റൊരാൾക്ക് പറ്റരുത്. ഞാൻ ഇന്ന് ഒരുപാട് പേര് മാറി നിൽക്കുന്നുണ്ട്. ഇറങ്ങി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും DXN ഞാൻ ഇന്ന് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഈസി ആയിട്ടാ ചെയ്യുന്നത്. ഒരു മടിയും ഇല്ല. ആരുടെ അടുത്ത് പറയണമെങ്കിലും എനിക്ക് ഇന്ന് ഒരു ഭയവും ഇല്ല. മറ്റേത് എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാനോ ഒക്കെ വലിയ പേടിയായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്ന അത് മാറിക്കിട്ടി. അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചു. നല്ലൊരു വരുമാനം നേടണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഞാൻ പ്രവർത്തിച്ചു. പക്ഷെ 10 വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നാണ് വരുമാനം വാങ്ങിച്ചത്. ഇടയ്ക്ക് 2 വർഷം പ്രവർത്തിച്ചിട്ട് വീട്ടീന്ന് വിടാത്തൊരു സാഹചര്യം വന്നപ്പോ നിർത്തിവെച്ചു. പക്ഷെ വീണ്ടും ശരിക്കും ഞാൻ DXനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന്റെ ഫലമായിട്ട് വീണ്ടും തിരിച്ച് ഇതിലെത്താൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് വന്നു. ഇപ്പൊ വന്നിട്ട് ഏതാണ്ട് 11 വർഷത്തോളമായി. തിരിച്ചു വരുമ്പോ
അതിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിലപിടിപ്പുള്ള പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഒരു തേയില വാങ്ങിച്ചാൽ ഇന്നും പല വീടുകളിലും നമ്മൾ ചെന്ന് ചോദിക്കുമ്പോ 6 മാസമായാലും തീരാതെ വെച്ചേക്കും. കാരണം 450 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ ആൾക്കാര് എന്ത് ചെയ്യും? ഈ തേയില ശകലച്ച കഴിക്കുന്ന ഒരവസ്ഥ. പണ്ട് ഞാനും അങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതല് നമ്മള് ഇഷ്ടം പോലെ നമ്മള് കഴിക്കണം. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് എത്ര അളവിൽ ചെന്നാലും, എത്ര അളവിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കൂ എന്നൊക്കെ മനസ്സിലായത്. പക്ഷെ കുറച്ചു നാള് ഞാൻ DXN വിട്ടുനിന്നു. വിട്ടുനിന്ന സമയത്ത് എനിക്ക് ആരോഗ്യ പ്രശ്നം വന്നു. ശരിക്കും അതൊരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാനിപ്പോ കരുതുന്നത്. എനിക്ക് യൂട്രസില് മുഴ വന്നു. കൂടാതെ അതിന് ഞാൻ അടൂര് ചികിത്സയിലായിരുന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോ ഡോക്ടർ പറഞ്ഞതൊന്ന് സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത ആ റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത്, "ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിളിക്ക്." കാരണം എന്താണെന്ന് വെച്ചാൽ ലിവർ എന്ന് പറയുന്ന അവയവം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ അവയവത്തെ എന്തോ പ്രശ്നം. കാരണം ക്യാൻസർ ആണോ, മുഴയാണോ, വെള്ളം കെട്ടി നിൽക്കുവാണോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വീട്ടിൽ ചെന്നാൽ ഉടനെ മെഡിക്കൽ കോളേജിൽ പോണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടുന്ന് വിടുന്നത്. പക്ഷെ അന്നേരവും DXN കുറിച്ചോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്നൊന്നും തോന്നില്ല. RGGL എന്ന് പറയുന്ന ഉൽപ്പന്നം ഞാൻ കൈകൊണ്ട് തൊടുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നും വന്നിട്ടാണ്. കാരണം വില കൂടുതൽ കൊണ്ട് നമ്മളത് വാങ്ങിക്കത്തില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് RGGL ഒക്കെ കണ്ട് വില കേൾക്കുമ്പോ അവരെന്ത് ചെയ്യും? അയ്യോ! ഭയങ്കര വിലയാണല്ലോ എന്ന് പറഞ്ഞ് അവര് നെഞ്ചത്ത് കൈവയ്ക്കും. പക്ഷെ ആ അവസ്ഥയിൽ ഞാനും കഴിക്കാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ 2 ഓപ്പറേഷൻ തീരുമാനിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയത്, ഇന്ന് ചികിത്സയിൽ പോയാൽ ശരിക്കും ഒരുപാട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ട്, കൂടാതെ സാമ്പത്തികം നമുക്ക് വേണം. എങ്കിലേ നമുക്ക് ആ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ, കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ചിട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും മാറിയവരെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അപ്പൊ എനിക്കും തോന്നി എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർച്ചയായിട്ടും DXN എനിക്ക് തരും എന്നുള്ള ആ ഒരു ഒറ്റ ചിന്ത എന്റെ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? കഴിക്കാൻ തീരുമാനമെടുത്തു. അപ്പോഴും എന്റെ ഹസ്ബൻഡ് പറഞ്ഞത്, "ഇതൊന്നും കഴിച്ചാലൊന്നും മാറത്തില്ല. അനോഡർമ മുഴയൊന്നും വറ്റിച്ച് കളയത്തില്ലെന്ന്." ഞാൻ പറഞ്ഞു, "എനിക്ക് പൂർണ്ണ വിശ്വാസമാ." കാരണം ഏത് ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ നമുക്കിത് മാറും എന്നൊരു വിശ്വാസം നമുക്ക് വേണം. എന്ത് ചെയ്താലും അങ്ങനെ ഒരു വിശ്വാസം. അല്ലാതെ അങ്കലാപ്പോട് നമുക്ക് എന്ത് ചെയ്താലും അതിൽ വിജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. ആഹ് എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് 1 മാസം, ഒറ്റ മാസമേ ഞാൻ പ്രോഡക്റ്റ് നമ്മുടെ RGGLന്റെ 360ന്റെ വലിയ ബോട്ടിലാണ്. ആ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഞാൻ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാൻ തയ്യാറായി. ആ RGGL നമ്മുടെ നോനി ജ്യൂസ്, അതുപോലെ തന്നെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറുലിന, പിന്നെ നമ്മുടെ കോഫിയും ചായയൊക്കെ നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചു. പിറ്റേ മാസം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞത്, വരുന്ന സമയത്ത് ഡോക്ടറോട് ഞാന് അവധി ചോദിച്ചിട്ടാണ് വന്നത്. ശരിക്കും കള്ളം പറഞ്ഞാ വന്നേ. അന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അത്രത്തോളം അറിയത്തില്ലായിരുന്നു. ഇത് ഉപയോഗിക്കണം എന്നുള്ള ലക്ഷ്യത്തില് ഞാൻ എന്റെ മക്കൾക്ക് പരീക്ഷയാണെന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? നല്ല അളവില് കഴിക്കാതിരുന്ന RGGL തൊടാത്ത വ്യക്തി 10 RGയും 10 GLും കൂടാതെ സ്പൈറുലിന ഒരു 15 ജോഡി, പിന്നെ ഒരു 60 ml ജ്യൂസ്, ഇഷ്ടം പോലെ നമ്മുടെ കോഫിയും ചായയും ഒക്കെ നന്നായിട്ട് കഴിച്ചു. ശരിക്കും അത്ഭുതകരമായിട്ട് പിറ്റേ മാസം മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത്, "ഇദ്ദേഹത്തിന് എന്തോ ഈശ്വരാനുഗ്രഹം ഉണ്ട്. ഓപ്പറേഷൻ ചെയ്യണ്ട. ഇന്ന് തന്നെ വീട്ടിൽ പൊയ്ക്കോ" എന്ന് പറഞ്ഞിട്ട് എന്നെ 2 ആഴ്ച ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പോയ ഞങ്ങള് പിറ്റേന്ന് തന്നെ തിരിച്ച് വീട്ടിൽ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് 11 വർഷത്തോളമായി. ഇതുവരെ അത് സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ DXN ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. ആൾക്കാർക്ക് എന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ടിവിയിൽ കാണുന്ന ഒരു പരസ്യമല്ല. എന്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ DXNലൂടെ എനിക്ക് കിട്ടിയ അനുഭവം. പിന്നെ അത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലായിരുന്നു. ലക്ഷദ്വീപിലായിരുന്നു. അദ്ദേഹം വന്ന സമയത്തും പുള്ളിക്ക് അൾസർ എന്ന് പറയുന്ന രോഗം ഉണ്ടായിരുന്നു. അതിനും നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ചിട്ട് പുള്ളിക്ക് ആ ആരോഗ്യ പ്രശ്നത്തിന് ഈ പ്രോഡക്റ്റ് തന്നെ പരിഹാരമായി. പിന്നെ ഞങ്ങള് കുടുംബത്തോടെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്റെ ബന്ധുക്കൾക്കെല്ലാം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എന്റെ കൂട്ടുകാരികൾക്കും എന്റെ അയലോക്കത്തുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ തുടങ്ങി. ആ മാസം ഞാൻ പറഞ്ഞല്ലോ 10 വർഷം
ശരിക്കും വീട്ടിലിരുന്ന് നല്ല ബോണസ് വാങ്ങിച്ചൊരു വ്യക്തിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് DXന്റെ പ്രവർത്തനം ചെയ്തിട്ട് ഒന്ന് മാറി നിന്ന സമയത്തും DXN നന്നായിട്ട് എന്നിലൂടെ വളർന്നു പോയി. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, താഴോട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോയതിന്റെ ഫലമായിട്ട് ഇന്ന് നല്ലൊരു ടീമിന്റെ ഉടമയാകാൻ എനിക്ക് സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഈശ്വരനോട് ശരിക്കും നന്ദി പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. അങ്ങനെ ആ മാസം എനിക്ക് 15,000 രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ആ മാസം 18,500 രൂപ കമ്പനി തിരിച്ചു തന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് മെഡിക്കൽ കോളേജിൽ ഞാൻ കിടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആരോഗ്യം ഇത്ര ഈ രീതിയിൽ എനിക്കിന്ന് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഓടി നടന്ന് ക്ലാസ് എടുത്തു കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ പോയേനെ. അതിൽ നിന്നൊക്കെ എന്നെ കൈപിടിച്ചുയർത്തിയത് ശരിക്കും എൻ്റെ DXN ആണ്. എൻ്റെ കുടുംബം മൊത്തവും ഇന്ന് എൻ്റെ മോളെ കെട്ടിച്ച വീട്ടിലും എല്ലായിടവും DXന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇന്ന് ഇതില്ലാതെ പറ്റത്തില്ല. അവരെല്ലാവരും നമ്മുടെ പ്രോഡക്റ്റുകൾ തീരുമ്പോൾ വിളിക്കും, ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ. ഇന്ന് മറ്റേത് ആദ്യത്തെ കാലത്ത് ഇത് കൊണ്ടു നടന്ന് വിൽക്കാൻ ഭയങ്കര പാടായിരുന്നു, കാരണം വില കൂടുതലാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് മാറാൻ സാധിച്ചു. ഈ പ്രോഡക്റ്റ് ഇപ്പൊ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അത്രമാത്രം ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം DXN വന്നപ്പോ ഇതിൽ വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെന്നൊരു മനസ്സിലൊരു ആഗ്രഹം. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കണം, അത് DXനിലൂടെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ശരിക്കും അത് സാധിച്ചു തന്നു. പറ്റത്തില്ല, ഞാൻ ഇറങ്ങാതിരുന്നപ്പോ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അത് ചിന്തിച്ചത്. അതും എനിക്ക് ഈ പ്രസ്ഥാനം സാധിച്ചു തന്നു. അതിലൂടെ ഒരു 15 ലക്ഷം രൂപ നമ്മുടെ DXന്റെ എൻ്റെ സ്റ്റേറ്റ്മെന്റ് 3 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്നെടുത്ത് HDFC ബാങ്കിൽ കൊടുത്തപ്പോ പ്രമാണം കൊടുത്താൽ 2-3 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥാനത്ത് എനിക്ക് 15 ലക്ഷം രൂപ ലോൺ, എത്ര വേണമെന്ന് ചോദിച്ചതാ, പക്ഷെ ഞാൻ 15 ലക്ഷമേ എടുത്തോളൂ. 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് എൻ്റെ മകളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തി. അതിനു മുമ്പ് തന്നെ ഈ വീടിന്റെ ഏകദേശം പണികൾ, കാരണം പണിയൊന്നും തീരാതെ കിടന്നൊരു വീടായിരുന്നു, പണി തീരാത്ത വീടെന്നാണ് പറയുന്നത്. അപ്പൊ ആ വീടിന്റെ പണി ആദ്യം തന്നെ പൂർത്തീകരിച്ചു. അതിനു മുമ്പ് തന്നെ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം, DXനിൽ ഞാൻ 1000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് ഇതിന്റെ കോഫി കഴിക്കാൻ വന്ന ഒരു വ്യക്തി, ഇതിലൂടെ ഞാൻ നേടിയ കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ മോക്ക് 30 പവന്റെ പൊന്ന്, 5 ലക്ഷം രൂപയും, പിന്നെ അത് കൊടുത്തു മോളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു. ഒരു കാർ എടുത്തു DXനിലൂടെ. അതിനു മുമ്പ് ഒരു 2 വീലർ എടുത്തു. അത് കഴിഞ്ഞിട്ടൊരു അങ്ങനെ 2-3 വണ്ടിയും എനിക്ക് ഇതിലൂടെ നേടാൻ സാധിച്ചു. ഇനിയും എൻ്റെ മനസ്സിൽ എന്താണ്, നല്ലൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിക്കും. ഇന്ന് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വരുമാനം എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ കിട്ടുന്നുണ്ട്. ശരിക്കും 10 പൈസ കൊടുത്തിട്ട് പോലും അല്ല DXന് നമ്മൾ വരുന്നത്. ഒരുപാട് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഒരുപാട് കമ്പനികൾ ഇന്ന് ലോകത്ത് ബിസിനസ് നടക്കുന്നുണ്ട്. പക്ഷെ ആ ചെയ്ത പലരെ ഇന്ന് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അവർക്കൊക്കെ ഒരുപാട് കളിപ്പീര് പറ്റിയിരിക്കുന്ന സമയത്ത് അവരിലൂടെ ഒരുപാട് പൈസകൾ ആൾക്കാർക്ക് അതിനകത്തൊക്കെ ചേരാനായിട്ട് 30, 35, 35,000, 24,000 ഒക്കെ കൊടുത്ത് ചേർന്ന പലരും ഇന്ന് പുറത്തിറങ്ങുമ്പോൾ അവരോട് കാശ് ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ DXന് വന്നിട്ട് 21 വർഷമായി. പക്ഷെ ഇന്ന് വരെ എന്റെ വീടിന്റെ വാതിലിലോ അല്ലെ എന്നെ വിളിച്ചിട്ട് നീ ഇതിനകത്ത് എന്നെ ചേർത്തിട്ട് അല്ലെ എന്റെ ഇത്ര രൂപ പോയി അത് തിരിച്ചുതാ, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊള്ളത്തില്ല എടുത്തോണ്ട് പോ എന്ന് ഒരു വാക്ക് ഇന്ന് ഈ നിമിഷം വരെ ഈ 20 വർഷത്തിനകത്ത് ആര് കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല. കാരണം അത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് DXN. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞാൽ പോലും ഞാൻ DXN വിട്ടൊരു കളി ഇല്ല. അത്രമാത്രം ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് DXN എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ നേടാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ഏതാണ്ട് 196 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് DXN. ആ കമ്പനിയുടെ ഒരു 73 രാജ്യത്തെ വരുമാനം നേടാനായിട്ട് സാധിച്ചു. അതിലേതാണ്ട് ഒരു 1,00,000 രൂപ ഞാൻ ഗൾഫിന്റെ ബോണസ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ എങ്ങും, വിദേശ രാജ്യങ്ങളിൽ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്റെ താഴെ വന്നിട്ടുള്ള പല ലീഡേഴ്സും
പോയിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് പറ്റാത്തത് എൻ്റെ ടീമിലൂടെ വന്ന പല വ്യക്തികളും പോയതിൽ വളരെ സന്തോഷമുണ്ട്. അതില് പോയത് എൻ്റെ ജൂനിയറായിട്ടുള്ള ഉഷ മേഡം, ഓമല്ലൂര് മേഡമൊക്കെ പോയി. അതൊക്കെ വളരെ നമുക്ക് അഭിമാനമാണ്. അപ്പൊ പോയിട്ടില്ലെങ്കിൽ പോലും ഇന്ന് വിദേശത്തെ വരെ വരുമാനം വാങ്ങിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പൊ മനസ്സിലാക്കുക, 20 വർഷം കൊണ്ട് ശക്തമായിട്ട് ലോകമെമ്പാടും പ്രവർത്തിച്ചു പോകുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ഇപ്പൊ ഇതിലൂടെ നമുക്ക് ഇനിയും പല നേട്ടങ്ങളും നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് DXനിലൂടെ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് വസ്തു വാങ്ങിച്ച് അതിൽ നല്ലൊരു വീട് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഈശ്വരൻ സാധിച്ചു തരുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഓടുന്നത്. ഇപ്പൊ നമ്മുടെ ബീഹാറിലെ ധർമ്മശീല എന്ന് പറയുന്ന മേഡം, അദ്ദേഹമൊക്കെ നല്ല വരുമാനം വാങ്ങിക്കുന്നു. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കണം. ഇപ്പം നമ്മുടെ ബീഹാറിലെ ധർമ്മശീലയെ പോലെ നമ്മുടെ കേരളത്തിന്റെ ധർമ്മശീലയായി മാറാൻ ഞാൻ കുറെ നാൾ തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് DXന്റെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തു വരുന്നു. കാരണം DXന് എങ്ങും എത്തിയിട്ടില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോ പല സ്ഥലങ്ങളിലും ചെന്നപ്പോ അവരൊന്നും കേട്ടിട്ട് പോലും ഇല്ല ഈ ഒരു പ്രസ്ഥാനത്തെ. അപ്പൊ ശരിക്കും നമ്മൾ ഇത്രയും നല്ലൊരു പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് ജനങ്ങളിൽ എത്തിക്കുന്നില്ല? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് നമുക്ക് ചെയ്യേണ്ടുന്ന ഒറ്റ ഒരു കാര്യം, നമ്മുടെ മടി മാറ്റിയിട്ട് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുക. നമ്മുടെ ദിലീപ് സാറ് പറയും സടകുടഞ്ഞ് എഴുന്നേൽക്കുക. മടി, ഉഴപ്പ്, അതുപോലെ തന്നെ അലസത, ഈ 3 സംഭവം നമ്മളിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായിട്ടും DXN നന്നായിട്ട് ഉപയോഗിക്കുക. ആ ഉപയോഗിച്ച അനുഭവം നമുക്ക് ലോക ജനതയ്ക്ക് ആരോഗ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതിൽ പരം പുണ്യം നമുക്ക് ഇന്ന് ചെയ്യാനില്ല. കാരണം അത്രമാത്രം ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുന്ന, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് DXN എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഞാൻ പുതിയ പുതിയ കണക്ഷൻ, അതായത് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞാൻ പോയിട്ട് ഈ DXനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും. അതെല്ലാ തരത്തിലും എനിക്കിപ്പം പ്രത്യേകിച്ചില്ല, ഒരു തൊഴിലുറപ്പ് കിട്ടിയാൽ ഞാൻ അവിടെയും ക്ലാസ് എടുക്കും. ആ ഒരു അയൽക്കൂട്ടം കിട്ടി അവിടെയും ക്ലാസ് എടുക്കും. ഇവിടെയൊക്കെ ചെയ്യുന്നത്, നമ്മളൊരു ബുക്കും ഒരു പേനയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് താല്പര്യമുള്ള ആൾക്കാർ ഇതിലുണ്ട്. നമ്മളൊരു ബുക്ക് കൊടുത്താൽ, ഇപ്പൊ 50 പേരിരിക്കുന്ന ഒരു മീറ്റിങ്ങില് നമ്മുടെ ബുക്ക് ഒന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പരും പേരും തരാൻ പറഞ്ഞാൽ പലരും, ചിലരെഴുതത്തിൽ അവർക്ക് പേടിയാ. പക്ഷെ ആ 50 പേരിലെ 10 പേരെങ്കിലും നമുക്ക് എന്ത് തരും? അവരുടെ ഫോൺ നമ്പരും പേരും നമ്മുടെ കയ്യിൽ തരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യണം, അവരെ വിളിക്കണം, അവര് പ്രോഡക്റ്റ് കൊടുക്കും. അവരിലൂടെ ഈ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന പല വ്യക്തികളും ഇന്ന് എന്നിലൂടെ പ്രോഡക്റ്റ് നന്നായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, നല്ല അനുഭവങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അത് നമ്മുടെയൊക്കെ ലീഡേഴ്സ് പറയും, രാവിലെ വെളുപ്പിനെ 5 മണിക്ക് നമ്മൾ എണ്ണിച്ച് നമ്മുടെ വീട്ടിലെ ജോലി നന്നായിട്ട് ഒതുക്കി, നമ്മൾ വേണമെന്ന് വെച്ച് ഏതൊരു കാര്യവും അലസതയില്ലാതെ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ജോലി ഒതുങ്ങും. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 7, 8 മണി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് ഞങ്ങൾ കൂട്ടായ്മയായിട്ട് ഇന്ന് വർക്കിന് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യമില്ലാതെയാണ്, ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നത്. പക്ഷെ ഓടി വൈകുന്നേരം ആകുമ്പോഴത്തേന് പലതും ഞങ്ങൾ നേടിയിട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാർ DXനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അത് കൂടാതെ ഈ പോകുന്ന സമയത്ത് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാല്, DXന്റെ പ്രോഡക്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഉപയോഗിച്ചിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നം മാറി. ഇപ്പൊ അവര് പല ഷോപ്പിലും വിളിച്ചപ്പോ പ്രോഡക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഇവര് വിഷമിച്ചിരിക്കുക. എവിടെ കിട്ടും? ഇത് എവിടുന്നാണ് ഇത് കിട്ടുന്നത്? DXN നമ്മുടെ കയ്യിൽ നിന്ന് പോയോ? ഇതെങ്ങനെ അതിനെക്കുറിച്ച് അവര് ചിന്തിച്ച്, അല്ലെങ്കിൽ അതിനെ ആത്മാർത്ഥത്തോട് സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മുന്നിലും നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മുടെ കുണ്ട്ര ഒരീക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചേച്ചിയായിട്ട് പരിചയപ്പെട്ടു. അവരടുത്ത് ഞങ്ങൾ ഇതിന്റെ കാര്യം പറഞ്ഞ ഉടനെ DXN എന്ന് കേട്ടപ്പോ അവര് പെട്ടെന്ന് അവിടുന്ന് ഇരുന്ന് അവര് ചാടി എണ്ണിച്ചു, DXN എന്നും പറഞ്ഞു. കാരണം 8 വർഷം കൊണ്ട് അവർക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നില്ല. അവരുടെ അമ്മയ്ക്ക് ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട്, നമ്മുടെ RGGL പ്രോഡക്റ്റ് എല്ലാം കഴിച്ചിട്ട് ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് അവർക്ക് നല്ല മുഴയുണ്ടായിരുന്നു.
അതിന് അവര് മെഡിക്കൽ കോളേജിൽ പോയി റേഡിയേഷനും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് കൂടെ കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും മാറി അവരിപ്പൊ സുന്ദരിയായിട്ടിരിക്കുന്നു. അപ്പൊ അവര് ഈ പ്രോഡക്റ്റ് കണ്ട ഉടനെ ഞങ്ങൾ അത് കേട്ടും കൊണ്ട് പിറ്റേന്ന് തന്നെ ഈ പ്രോഡക്റ്റുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് ബാഗ് തുറന്നു വെച്ച ഉടനെ അവരുപയോഗിച്ചിരുന്ന പ്രോഡക്റ്റുകളെല്ലാം പറക്കി അവിടെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുക. കാരണം ഒരു ദൈവത്തിന് തുല്യമായിട്ട് അവര് പറയുന്നത് ഈ സാധനം കിട്ടാൻ ഞങ്ങൾ വിഷമിച്ചില്ല. അവരിങ്ങനെ പിടിച്ചേക്കുക. എനിക്കിത് എന്തായാലും കിട്ടിയല്ലോ, ഞങ്ങളെ കണ്ടല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവര് ഞങ്ങളുടെ നമ്പരും മേടിച്ചിട്ട് അവര് മീറ്റിങ്ങിന് വന്നുകൊണ്ട് അവരിതിന്റെ മെമ്പർഷിപ്പും എടുത്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫോളോ ചെയ്തോളാം, ഞങ്ങൾ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുന്ന വ്യക്തികൾ ഫോളോ അപ്പ് ചെയ്യാതെ ഈ പ്രോഡക്റ്റ് കിട്ടുന്ന എങ്ങനെയാണെന്നും പറഞ്ഞിരിക്കുന്ന പലരും ഉണ്ട്. ആദ്യമേ ചാടി ഇറങ്ങി 1 2 മീറ്റിംഗ് കേട്ടിട്ട് എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് കൊണ്ട് അവര് വർക്കിനിറങ്ങും. മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറയും. മീറ്റിംഗ് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റണം. മീറ്റിങ്ങിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോ ലീഡേഴ്സിന്റെയും മീറ്റിങ്ങുകൾ നമ്മൾ കേൾക്കുമ്പോൾ അറിവ് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കുറെ ആൾക്കാർ ചെയ്യുന്നത് ഒരു മീറ്റിംഗ് കേട്ടു, അടുത്ത ആഴ്ചയിൽ ഇത് തന്നെയല്ലേ കേൾക്കുന്നേ, ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് ഫീൽഡിൽ ഇറങ്ങി ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങൾ നമുക്ക് വരും ഇതിനെക്കുറിച്ച്. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ അവര് ചോദിക്കുന്നതിന്റെ മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, DX നിർത്തിയിട്ട് പോകും. അങ്ങനെയാണ് പലരും DX വിട്ടു പോകുന്നത്. അതിന് മസ്റ്റായിട്ട് നമ്മൾ ഷോപ്പുകളിൽ ഉള്ള പ്രോഗ്രാമുകൾ, നമ്മുടെ ഷോപ്പ് അടുത്തുള്ള ഏത് ഷോപ്പുകളിലായാലും, അടുത്തെന്നല്ല എവിടെയാണെങ്കിലും പോയി നമ്മൾ പ്രോഗ്രാമിന് പങ്കെടുത്ത് DXന്റെ അറിവ് നമ്മൾ നന്നായിട്ട് നേടിയിരിക്കണം. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യണം. കാരണം അത് ചെയ്തെങ്കിൽ മാത്രമേ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ നല്ലൊരു ടീമിന്റെ ഉടമയാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ശരിക്കും ഒരു നല്ലൊരു പ്രസ്ഥാനമാണ് DXN എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്റെ ഒരു അനുഭവമാണ്. ശരിക്കും ഞാൻ DXM വിട്ടു ചിലരും ചോദിക്കും, ഒരിക്കലുമില്ല. ഞാൻ മരിച്ച് മണ്ണടിയാതെ ഒരിക്കലും DXM വിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ മരിച്ചു പോയാലും എന്റെ കുടുംബം ഒരിക്കലും DXM വിടത്തില്ല. കാരണം ഈ പ്രോഡക്റ്റ് ഒന്നും ഇല്ലാതെ ഇവിടെ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഇരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഇപ്പൊ വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നല്ല വിലയുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും കാശെടുത്ത് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് DXN ചെയ്യാനായിട്ട് തയ്യാറാകണം. അപ്പോ ഈശ്വരൻ കടാക്ഷിച്ചാൽ DXN ആത്മാർത്ഥമായിട്ട് ചെയ്യും. കേരളത്തിന്റെ ധർമ്മശീലയായിട്ട് തീർച്ചയായിട്ടും മാറാൻ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇതിനകത്ത് ഇപ്പൊ പുത്തൻ ആൾക്കാര് കാണുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമ്പനി ഒന്ന് പരിചയപ്പെടുത്താം. ഇത്രയും നേരം ഞാൻ പരിചയപ്പെടുത്തി വന്ന കമ്പനിയുടെ പേര് DXN എന്നാണ്. DXN എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഡെക്സൺ എന്ന മലേഷ്യൻ വാക്കിന്റെ ചുരുക്കെഴുത്താണ് DXN. ടെസ്റ്റ് വർത്തി അഥവാ വിശ്വാസയോഗ്യമായത് എന്നാണ്. നമ്മുടെ കമ്പനിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഡോക്ടർ ലിൻസിയോജിൻ. അദ്ദേഹം മലേഷ്യ സ്വദേശിയാണ്. മലേഷ്യയിൽ നിന്നും അദ്ദേഹം ഇന്ത്യയിൽ പഠനത്തിന് വന്ന കൂട്ടത്തിലാണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമിനെ കുറിച്ച് അദ്ദേഹം പഠിക്കാൻ ഇടയാവുകയും അങ്ങനെ ഗ്യാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം എന്താണ്, പ്രകൃതിയുടെ ഭക്ഷണമാണ്. ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച ഒരു ഭക്ഷണമാണ്. അപ്പൊ അതിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഔഷധങ്ങളൊക്കെ ദൈവം നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരിക്കലും നമ്മുടെ കമ്പനി ഉണ്ടാക്കിയതല്ല. പ്രകൃതിയിൽ ഉണ്ടായി വന്ന ഈ ഒരു കൂണിനെ പണ്ട് പുരാതന കാലങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരും ഋഷിവര്യന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിവില്ലാത്തത് കൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തു, നന്നായിട്ട് 10 വർഷത്തോളം ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് മലേഷ്യയിൽ അലോസ്റ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് DXN എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചുകൊണ്ട് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഈ മഷ്റൂമിനെ അദ്ദേഹം എന്ത് ചെയ്തു, കൃഷി ചെയ്ത് നമ്മുടെ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലാക്കി നമ്മുടെ കമ്പനി തന്നിരിക്കുന്നു. ഇപ്പൊ 1993 തുടങ്ങിയ കമ്പനി ഇന്ന് ഏതാണ്ട് 31 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ്. ഈ 31 വർഷം കൊണ്ട് ലോകത്ത് ഏതാണ്ട് 190 പരം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് നമ്മുടെ DXN കമ്പനി. അതുപോലെ തന്നെ കേരളത്തിൽ 2000 നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ 2000 ഡോക്ടർ രത്ന വസുബാല്, പ്രൊഫസർ വസുബാലയ്യരാണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതേ വർഷം തന്നെ നമ്മുടെ കേരളത്തിലും
ഡോക്ടർ എസ് രഞ്ജൻ, അതായത് 2 രാഷ്ട്രപതിമാരെ ചികിത്സിച്ച ഡോക്ടറാണ് ഡോക്ടർ എസ് രഞ്ജൻ. അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലും ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നത്. അപ്പോൾ എത്ര വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് നമ്മുടെ കമ്പനിക്കുള്ളത്? നമ്മുടെ കമ്പനി ഏതാണ്ട് 24 വർഷം കൊണ്ട് ഇന്ത്യയിലും കേരളം എമ്പാടും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് നമ്മുടെ DXN. ഇതിന് പരസ്യങ്ങളില്ല. പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ DXN കമ്പനിക്ക് എന്തുകൊണ്ട് പരസ്യമില്ല, ഇതിന് എന്തുകൊണ്ട് ഇടനിലക്കാരില്ല? അപ്പം ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പൈസ നമുക്ക് തരുന്നു. നമ്മൾ ഉപയോഗിച്ചിട്ട് സത്യസന്ധമായിട്ട് നമ്മുടെ അനുഭവം പറയുന്നു. അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം നമ്മുടെ കമ്പനി നമുക്ക് തരുന്നു. ഇപ്പൊ ഐശ്വര്യ റായി ഒക്കെ വന്നിട്ട് നമ്മുടെ ടിവിയിലൊക്കെ പറയുന്നു, അവര് കുളിച്ച സോപ്പ്, അല്ലെങ്കിൽ കണ്ണൻദേവൻ ചായ, അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും ഇന്ന് പരസ്യം കണ്ട് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ അവരുപയോഗിച്ചിട്ടാണോ നമ്മളോട് പറയുന്നത്? പക്ഷെ നമ്മൾ DXNന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന അനുഭവം നമ്മൾ സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ അവർ തന്നെ പറയും, ഇതൊരിക്കലും കള്ളമല്ല പറയുന്നത്, ശരിക്കും അവർക്ക് കിട്ടിയ അനുഭവമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രസ്ഥാനം പോകുന്നത്. അപ്പൊ ഇതിന് കടബാധ്യതകളില്ല. ശരിക്കും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പലയിടത്തും പോകുമ്പോൾ പറയും, DXNന്റെ പ്രോഡക്റ്റ് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലോ കടകളിലോ ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല, ഇത് ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. ഇത് കിട്ടണമെങ്കിൽ ഇത് നമ്മുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി ഷോപ്പുകളിൽ വന്ന് ഇതിന്റെ ക്ലാസ് കേട്ട് അനുഭവസ്ഥരെയൊക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ കുടുംബത്തിലുള്ള, ഇപ്പൊ പ്രായമുള്ളവരെ ക്ലാസ് കേൾക്കാതിരിക്കുമ്പോ അവരെന്ത് ചെയ്യും, നെറ്റിയൊക്കെ ഒന്ന് ചുളിപ്പിച്ച്, പിന്നെ ഇനിയിപ്പൊ ഇത്രയും വയസ്സൊക്കെ ആയി, എന്തിനാ ഇനി ഇതൊക്കെ കഴിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത പലരും. അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, ശരിക്കും നമ്മൾ DXNനെ സ്നേഹിച്ചാൽ നമ്മൾ പ്രായം നോക്കരുത്. നിങ്ങൾ ഇതിന്റെ ഒരു കോഫിയോ തേയിലയോ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു പേസ്റ്റോ നിങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ ഗുണം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങൾ സ്നേഹിക്കുന്ന പല വ്യക്തികളും ഉണ്ട്, അവർക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ നാളുകളിൽ രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ മോടെ മക്കൾ, അല്ലെങ്കിൽ മോന്റെ മക്കൾ, ആരോ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ക്യാൻസറോ അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും രോഗം വന്നാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ അവര് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ആ നെഞ്ചിൽ തുളയ്ക്കുന്ന വാക്ക് കൊടുത്തിരിക്കണം നമ്മള്. അവർക്ക് നെഞ്ച് തുളച്ചിറങ്ങണം. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകളും ഇട്ട് കാണിച്ചു കൊടുക്കും. ഇന്നലെ മെനിങ്ങാന്ന് തന്നെ നമ്മുടെ TV വന്ന ഒരു വാർത്ത, ഒരു നേഴ്സാണ്, പുള്ളിക്കാരൻ 24 വയസ്സുണ്ട്. പുള്ളിയെ നിപ്പ വന്നിട്ട് ചികിത്സിക്കുക. 40 ലക്ഷം അദ്ദേഹത്തിന് ചെലവായി കഴിഞ്ഞു. എന്നിട്ട് പോലും അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം എത്ര ലക്ഷം ചെലവാക്കിയിട്ട് പോലും ആരോഗ്യം തിരിച്ചു കിട്ടുന്നില്ല. ആ സ്ഥാനത്ത് നമ്മുടെ DXNന്റെ കോഫിയും അല്ലെങ്കിൽ ചായയും നമ്മുടെ RGGLും നമ്മുടെ പ്രോഡക്റ്റുകൾ കഴിക്കുന്നവരൊക്കെ ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ അവർ ആരോഗ്യത്തോടെ ഓടി നടക്കുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രായത്തിലും ഇന്ന് ഇത്രയും ആരോഗ്യം തന്നത് ഈ പ്രോഡക്റ്റ് ആണ്. ഇതില്ലാത്ത ഒരു ജീവിതം ഞങ്ങളുടെ കുടുംബത്തിലില്ല. കാരണം ഈ പ്രോഡക്റ്റ് എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അപ്പൊ ഇന്ന് അതാണല്ലോ ഞാൻ പറയും, ഞാൻ മരിച്ചു പോയാലും എന്റെ കുടുംബം ഒരിക്കലും DXN വിട്ട് പോകത്തില്ല. അവര് തേടി പിടിച്ചിട്ട് ഏത് ഷോപ്പിലാണോ അവിടെ പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. അതിനാണ് DXN നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രായപരിധി നിങ്ങൾ ആരും നോക്കരുത്. ആദ്യം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കുടുംബത്തിന് ഇത് പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് കുടുംബത്തിലുള്ളവരെ എല്ലാം പ്രോഡക്റ്റ് കഴിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിന് ഫോളോ അപ്പ് നന്നായിട്ട് ചെയ്യണം. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, പ്രോഡക്റ്റ് കൊടുത്തു, എന്ത് ചെയ്യണം, അടുത്ത ദിവസം തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അവരുടെ വീട്ടിൽ പോണം. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കണക്ഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ഒരു തേയില വിൽക്കുന്നിടത്തല്ല നമ്മുടെ വിജയം. ആ വീട്ടിൽ പോയിട്ട് അവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളെ, അവര് പരിചയപ്പെടുന്ന പല ആൾക്കാരെ, അവർ ആ പ്രദേശത്തുള്ള ആൾക്കാരെ അവിടെ വിളിച്ചിട്ട് നമ്മൾ വീടുകളിൽ മീറ്റിംഗ്, അതുപോലെ തന്നെ അയൽക്കൂട്ടം വഴി ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് ആൾക്കാരിൽ ഇത് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഓട്ടം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റൂ. അപ്പോ ഇതിൽ കിട്ടുന്ന ഒരു വരുമാനം തീർച്ചയായിട്ടും നമ്മൾ ആരും പ്രാവിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിച്ചിട്ടോ അല്ല കിട്ടുന്നത്. ശരിക്കും പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു വരുമാനം കിട്ടുന്നത്. ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇതിൽ കൊണ്ടുവരുന്ന ഒരു മനുഷ്യർക്ക് നമ്മൾ 10 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട. നമ്മൾ അവരെ കൊണ്ടുവരുന്നു, സിസ്റ്റം പഠിപ്പിക്കുന്നു, അവരെ കൊണ്ടുവന്ന് സൂമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നു, മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഇതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. വലിയ
കഷ്ടപ്പാടില്ലാതെ ഭാരമില്ലാതെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ച് ആൾക്കാരെ വിട്ടു കഴിഞ്ഞാൽ അവർ ചെയ്തോളും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാ? നമ്മുടെ കമ്പനിയെ കൊടുക്കുന്നത്. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്നും 10 രൂപ പോലും നമുക്ക് എടുത്തു കൊടുക്കണ്ട. അതാണ് നമുക്ക് വളരെ സന്തോഷം. ഇന്ന് ഏതാണ്ട് 10,000 പേരോളം എന്റെ ടീമിലുണ്ട്. ആ 10,000 പേരിലെ കുറെ ആൾക്കാർ ചെയ്യുന്നവരും ചെയ്യാത്തവരും വീട്ടിലിരുന്ന് കഴിക്കുന്നവരുണ്ട്, കാശ് വേണ്ടുന്നവർ ഇറങ്ങി പ്രവർത്തിക്കുന്നവരുണ്ട്. കാശ് വേണമെന്ന് പറഞ്ഞ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന വർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിലും ഞാൻ ഇന്ന് എന്റെ ടീമിനുള്ള ആൾക്കാരെ എല്ലാം സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്റെ ടീമിലുള്ള എല്ലാവർക്കും മാസത്തില് 1 2 മീറ്റിങ്ങുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോപ്പുകളിൽ പോയി ക്ലാസ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു സഹായമാണ്. നമുക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ താഴെ വന്നിട്ടുള്ളവരെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റും. ആ കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കാൻ ഓരോരുത്തരും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് കിട്ടും? നല്ലൊരു വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് DXN. ഇത് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അപ്പൊ ഈ 30 വർഷം കൊണ്ട് ഈ ലോകരാജ്യം മൊത്തവും പോയി വിദേശ രാജ്യങ്ങളില് എന്റെ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള പലരും DXN വന്നിട്ട് അത്ര താല്പര്യമില്ലാതെ ഗൾഫിൽ പോയ പലരും ഉണ്ട്. അപ്പൊ ഗൾഫിൽ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ ഒരു കൂട്ടുകാരൻ എന്റെ ടീമിലുള്ള ഒരാൾ സുരേഷ് എന്ന് പറഞ്ഞൊരു സാറിനെയാ പുള്ളിയെ വിളിച്ച് ഒരിടത്ത് റിപ്പോർട്ടരാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു കൊണ്ടുപോയി ഗൾഫിൽ ചെന്നപ്പോ അവിടെ ടോക്കനുമായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പുള്ളിയുടെ കണ്ണിൽ കാണാൻ സാധിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഷൂ ഇതെന്താ DXNോ? കേരളത്തിൽ ഞാൻ DXNന്റെ കാര്യം മീറ്റിംഗ് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്രത്തോളം ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോ അറബികളും അവിടെയുള്ള ജനങ്ങളെല്ലാം ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശരിക്കും DXN എന്താണ്? നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കിതിലൂടെ നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. പിന്നെ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാനോഡർമ, കൂടാതെ സ്പൈറലിന സൂപ്പർ ഫുഡ്, നമ്മുടെ ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന ഒരു ഭക്ഷണം. നമ്മുടെ കമ്പനിക്ക് ധാരാളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. സമയപരിധി കൊണ്ടാണ് ഞാൻ മേഡം സമയം എത്ര വരെയാ ഉള്ളേ? മാം ഒരു 8:30 വരെ. നമ്മൾ കുറച്ച് വൈകിയല്ലേ തുടങ്ങി, ഇനി കുറച്ചൊരു 15 മിനിറ്റ്സ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ തന്നെ മേഡം ഒന്ന് പറഞ്ഞിട്ടോ ആദ്യം കേട്ടോ. അപ്പൊ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറലിന എന്ന് പറയുന്ന ഒരു ഭക്ഷണം നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൽ ഗ്യാനോഡർമ എന്ത് ചെയ്യും? നമ്മുടെ കോശത്തെ മൊത്തം കഴുകി, അതായത് ഒരു ചൂല് പോലെ പ്രവർത്തിക്കും. ബോഡിയെ മൊത്തം കഴുകി നമ്മുടെ അവയവങ്ങൾക്ക് മൊത്തം സംരക്ഷണം തരുന്ന നമ്പർ 1 പ്രോഡക്റ്റ് ആണ് ഗ്യാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂം. ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ആണ്. ബ്ലഡ് തരാനായിട്ട് സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറലിന നമ്മുടെ ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന ഭക്ഷണമാണ് സ്പൈറലിന. ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ കിടക്കുന്നവർക്ക് കഴിക്കാം. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം. ഈ ഭക്ഷണം കഴിച്ചാൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണ്ട? പുറത്ത് നമ്മുടെ കയ്യിൽ നിന്നും കാശുവാരി എറിയേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇന്ന് ലക്ഷങ്ങളാണ് ആൾക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് DXN നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാൽ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നമുക്ക് പോകേണ്ട അവസ്ഥയില്ല. കാരണം ഇന്ന് ഹോസ്പിറ്റലുകളൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാരക വിഷമാണ്. നമ്മൾ കുടിക്കുന്നത് ശ്വസിക്കുന്നത് എല്ലാം മാരക വിഷമാണ്. അപ്പൊ ഈ ഫുഡെല്ലാം വിഷം ആയതുകൊണ്ട് ഇന്ന് രോഗം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥാനത്ത് DXN എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ കോഫിയും ചായയൊക്കെ നിത്യം നമ്മൾ ഉപയോഗിച്ചാൽ നാളുകളിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ക്യാൻസറോ മറ്റു മാരകമായ ഒരു രോഗങ്ങളും വരാതിരിക്കാൻ നമ്മുടെ ബോഡിയെ സഹായിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് സ്പൈറലിന. ഇതിന്റെ പ്രത്യേകത സ്പൈറലിനയുടെ കരുത്താരെ അമ്പരപ്പെടുത്തും. 1 കിലോ സ്പൈറലിന 1000 കിലോ വിവിധ ശുദ്ധമായ പച്ചക്കറികൾക്ക് തുല്യമാണ്. കൂടാതെ ഹരിതകത്തിന്റെ കലവറയാണ്. നമ്മൾ ദിവസവും പച്ചക്കറികൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നല്ല ശുദ്ധമായ അല്ലെങ്കിൽ ഇലക്കറികൾ ഇതൊന്നും കഴിക്കാത്ത സ്ഥാനത്ത് സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറലിന നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ഗ്രാമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. കാരണം നമ്മൾ ഈ സ്പൈറലിനെയും നമ്മുടെ കോഫിയും ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ നാളുകളിൽ മാരക രോഗത്തിൽ പോകാതെ, അതുപോലെ തന്നെ ഈ വൈറസ് കൊറോണയൊക്കെ വന്ന സമയത്തൊക്കെ നമ്മുടെ DXN ഉപയോഗിച്ച വ്യക്തികൾക്കൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതെ. പക്ഷെ നമ്മുടെ ടീമിൽപ്പെട്ട പലരും
DXന്റെ പ്രോഡക്റ്റ് കൊടുത്ത് പലരെയും ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി അടുത്ത വൈറസും നമ്മളെ ആക്രമിക്കാൻ വരും. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനം രോഗപ്രതിരോധ ശേഷിയാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഫുഡാണ് ഗാനോഡെർമ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറലിന്. അപ്പൊ ഇത് സ്പൈറലിന് ആരോഗ്യം കാക്കും ആൾഗ എന്നാണ് പറയുന്നത്. 65% പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. ബഹിരാകാശ സഞ്ചാരികൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ ശരീരത്തില് വേണ്ടത്ര അളവിൽ ബ്ലഡ് തരാനൊക്കെ സഹായിക്കുന്ന സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന സ്പൈറലിന്. കൂടാതെ നോനി എന്ന് പറയുന്ന ജ്യൂസ് പ്രകൃതിദത്ത വേദന സംഹാരിയാണ്, സ്ത്രീകളുടെ കൂട്ടുകാരിയാണ്. അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ DXN കമ്പനി ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറി. കാരണം നമുക്ക് തവിട് തവിടെണ്ണ, അതുപോലെ നമുക്ക് ഒരുപാട് ആയുർവേദ പ്രോഡക്റ്റുകൾ, പണ്ട് മൺമറഞ്ഞു പോയ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന പല ഉൽപ്പന്നങ്ങളും DXനിലൂടെ നമുക്ക് കിട്ടുന്നു. അതായത് ബ്രഹ്മിയും അശ്വഗന്ധയും ചിറ്റാമൃതം പറഞ്ഞാൽ തീരത്തില്ല. അങ്ങനെ പ്രോഡക്റ്റുകൾ ഇന്ന് മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോന്നും. പിന്നെ സൗന്ദര്യം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങള് എന്ന് വേണ്ട, നമുക്ക് പ്രോഡക്റ്റ് ഇന്ന് പരിചയപ്പെടുത്താൻ നമുക്ക് സമയമില്ല. 1 മണിക്കൂർ ഷോപ്പിൽ ക്ലാസ് എടുക്കാൻ പോയാൽ പോലും പ്രോഡക്റ്റ് പറയാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അത്രമാത്രം നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇന്ന് അരിയെ, അതുപോലെ തന്നെ ഡ്രസ്സ്, എല്ലാം നമുക്ക് DXനിലൂടെ. നമ്മൾ ഒരു ഉരുള ചോറ് തിന്നുമ്പോ നമ്മുടെ അക്കൗണ്ടിൽ കാശ് വരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിച്ചൂടെ? അങ്ങനെ എല്ലാ സാധനങ്ങളും നാച്ചുറൽ ആയിട്ട് തരുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഭാഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചതില് വളരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സന്തോഷമാണ്. ഇന്ന് ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന, കാരണം നമ്മുടെ മനസ്സിൽ ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. കൂടാതെ നമുക്ക് മാസത്തിൽ ഇതിന്റെ നല്ല ഓഫർ വിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോ നല്ല 2 ഓഫറാണ് നമുക്ക് കമ്പനി തന്നിരിക്കുന്നത്. 5000 PV ചെയ്യുന്നവർക്ക്, സ്റ്റാർ ഏജന്റ് തൊട്ട് മുകളിലോട്ട് 5000 PV ചെയ്യുന്നവർക്ക് നമുക്ക് ലാപ്ടോപ്പിന്റെ ബാഗും, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഇതും കൂടെ, ട്രോളി ബാഗ്, അങ്ങനെ 2 എണ്ണം നമുക്ക് ഓഫർ 3 മാസം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ ഈ 5000 PV ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാരണം ഫീൽഡിൽ ഇറങ്ങിയ പ്രോഡക്റ്റ് എല്ലാം ഇഷ്ടം പോലെ നമുക്ക് പോകും. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് കൂട്ടി വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എന്നും ഇതിന്റെ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ പ്രോഡക്റ്റ് ഒക്കെ പോകും, PV തികയും. അപ്പൊ കൺസ്യൂമർ ശരിക്കും ആവും. നമ്മൾ വർക്കിന് ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും കൺസ്യൂമർ ആവും. നല്ലൊരു കൂട്ടായ്മ നമുക്ക് കിട്ടും. അതിലൂടെ തന്നെ നമുക്ക് ഈ ഓഫർ വിൻ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ തെലുങ്കാന വിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു വലിയ സന്തോഷത്തിലിരിക്കുക. തെലുങ്കാനയൊക്കെ പോയി ഇപ്പൊ നമ്മുടെ പിറായ് സാറ്, രാജീവ് സാറൊക്കെ ഇപ്പൊ തെലുങ്കാനയില്, വിനീഷ് സാറും ഒക്കെ അവിടെ ഒരു ടൂറിന് പോയേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ മനസ്സിലും, ഞങ്ങൾ വിൻ ചെയ്തിരിക്കുന്ന കുറെ പേരുണ്ട്, ഞങ്ങൾക്കെല്ലാം എന്ത് ചെയ്യണം, തെലുങ്കാനയിൽ പോയിട്ട് ഈ ഫാമും ഫാക്ടറിയും ഒക്കെ കാണാൻ. അതിനൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കമ്പനി തന്നിട്ടുള്ള ആ ഒരു ടാർഗറ്റ് വിൻ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും സാധിക്കും. ഇനിയും ഇതുപോലെ പുതിയ പുതിയ ഓരോ ഓഫറുകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ മനസ്സ് ആദ്യമേ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് DXN എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പുകളിൽ നടക്കുന്ന പ്രോഗ്രാം ആരും കളയരുത്. നാളെ അടൂര് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ശക്തമായിട്ട് നമ്മുടെ അടൂര് ഷോപ്പ് പ്രവർത്തിക്കാൻ ഉള്ള എല്ലാ നമുക്ക് എല്ലാം ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോ നാളെ മുതൽ അവിടെ ശക്തമായിട്ട് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ എല്ലാ ലീഡേഴ്സും അവരവരുടെ ടീമിലുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ ഷോപ്പുകളിൽ, അടൂരെന്ന് മാത്രമല്ല എല്ലാ ഷോപ്പ് കേന്ദ്രീകരിച്ചും നമുക്ക് ആളിനെ ഇരുത്തണം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ന് കേരളത്തിന്റെ എല്ലാ ഷോപ്പ് കേന്ദ്രീകരിച്ച് നമ്മുടെ ആളിനെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച് നല്ലൊരു വരുമാനം ഇതിലൂടെ നേടിയെടുക്കാൻ. കാരണം ഇതിനകത്ത് പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ വില കുറഞ്ഞുള്ള, നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലും പ്രോഡക്റ്റുകൾ ഇന്ന് കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം. അതുപോലെ തന്നെ നമുക്കൊരു മോർണിംഗ് പാക്കേജ് ഉണ്ട്. നമ്മുടെ ഒരു ചായയും, അതുപോലെ തന്നെ നമ്മുടെ സോപ്പും പേസ്റ്റും, പല്ല് തേക്കുകയും കുളിക്കുകയും ചായ കുടിക്കുകയും ചെയ്താൽ പോലും നമുക്ക് നല്ല വരുമാനം, ലക്ഷങ്ങൾ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനും ഒക്കെ തന്നെ നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നേടിയെടുക്കാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ ഷോപ്പുകളിൽ മീറ്റിങ്ങുകൾ, അതായത് കാറ്റഗറി മീറ്റിംഗ് ഒരിക്കലും
നമ്മൾ മിസ്സാക്കരുത്. മെമ്പർമാർ എന്ത് ചെയ്യണം? DTക്ക് പങ്കെടുക്കണം. പുതിയ ആൾക്കാര് ചേംബറിന് പങ്കെടുക്കണം. കൂടാതെ നമ്മുടെ സ്റ്റാർ ഏജന്റുകളെല്ലാം സ്റ്റാർ ഏജന്റ് ആയി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സ്റ്റാർ ഏജന്റ് മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോൾ റൂബി ആകുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ആ ഒരു ലക്ഷ്യം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഡയമണ്ട് ആകാനുള്ള അത് കഴിയുമ്പോൾ നമുക്ക് ഡയമണ്ട് മീറ്റിംഗ്, റൂബി മീറ്റിംഗ്, അങ്ങനെ ഓരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ പ്ലാൻ എല്ലാം നമുക്ക് കിട്ടും. ആ രീതിയിൽ നന്നായിട്ട് എല്ലാവരും ചെയ്ത് വിജയിക്കണം. DXന്റെ ഒരിക്കലും നമ്മൾ ഒരു മീറ്റിങ്ങോ 2 മീറ്റിങ്ങോ കേട്ടാൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ മീറ്റിംഗ് ആണ്. കാരണം നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കും. വിശപ്പിന് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ മൊബൈലിന്റെ ചാർജ് പോകുമ്പോൾ നമ്മൾ മൊബൈൽ കുത്തിയിടും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മീറ്റിംഗ് കേട്ടെങ്കിൽ മാത്രമേ ഈ ആഴ്ച കേൾക്കുന്ന മീറ്റിംഗ് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ ചാർജ് പോകും. അപ്പൊ വീണ്ടും നമ്മൾ ചാർജ് ചെയ്യലാണ് പിറ്റേ ആഴ്ചത്തെ മീറ്റിംഗ്. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഓരോ അറിവുകൾ കിട്ടും. നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാമെന്നുള്ള ലക്ഷ്യം നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് എനിക്കും നമ്മുടെ ഈ DXN എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും ജഗദീശ്വരൻ DXനിലൂടെ ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഒക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെ വാരിക്കോരി ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you so much, ma'am.